സെപ്റ്റംബർ 12-ാം തീയതി ആഗോളസഭ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധനാമത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. സ്പെയിനിലാണ് ഈ തിരുനാൾ ആരംഭിച്ചത്. 1513 തിരുനാളിന് അംഗീകാരം ലഭിച്ചു. 1683 11-ാം ഇന്നസെന്റ് മാർപ്പാപ്പ ഈ തിരുനാൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ കഴിഞ്ഞ് 4-ാം ദിവസം ആഗോളസഭയിൽ ആഘോഷിക്കപ്പെടണമെന്ന് പ്രഖ്യാപിച്ചു. 1970-ലെ തിരുനാളുകളുടെ കലണ്ടറിൽ നിന്നും ഈ തിരുനാൾ മാറ്റിയെങ്കിലും 2003 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ റോമൻ മിസ്സിൽ വീണ്ടും ഉൾപ്പെടുത്തി. മറിയം എന്ന നാമം പുരാതന സെമിറ്റിക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഭാഷാശാസ്ത്ര പഠനമനുസരിച്ച് മറിയം എന്ന വാക്കിന്റെ അർത്ഥം സ്ത്രീ, മനോഹരി, വളരെയധികം സ്നേഹിക്കപ്പെട്ടവൾ എന്നൊക്കെയാണ്. ഗബ്രിയേൽ മാലാഖ മറിയത്തെ മംഗളവാർത്ത അറിയിക്കുമ്പോൾ ചെയ്യുന്ന അഭിസംബോധനയിൽ ഈ അർത്ഥം അടങ്ങിയിരിക്കുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. സെപ്റ്റംബർ 12 ഈ തിരുനാളിന്റെ ദിനമായി തീർന്നതിൽ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 1683 തുർക്കിയിലെ ഓട്ടോമൻ സൈന്യം സുൽത്താൻ മുഹമ്മദ് നാലാമന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ യൂറോപ്പിനെതിരെ ജിഹാദ് ആരംഭിച്ചു. 3 ലക്ഷത്തോളം വരുന്ന തുർക്കി സൈന്യം ഹംഗറി കടന്ന് ഓസ്ട്രിയയിലേക്ക് നീങ്ങി. 1683 ജൂലൈ മാസത്തിൽ ഗ്രാൻഡ് വൈസിയർ കാരാ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള തുർക്കി സൈന്യം 10,000 വരുന്ന ഓസ്ട്രിയൻ സൈന്യത്തെ ആക്രമിച്ച് വിയന്ന നഗരത്തെ കീഴ്പ്പെടുത്തി. തോൽപ്പിക്കപ്പെടാത്ത വടക്കൻ സിംഹം എന്ന പദവി നേടിയ പോളണ്ട് രാജാവ് ജാൻ സോബിസ്കിയോട് യൂറോപ്പ് സഹായം അഭ്യർത്ഥിച്ചു. സോബിസ്കി രാജാവ് ഒട്ടും മടിക്കാതെ ക്രൈസ്തവരെ സഹായിക്കാൻ തയ്യാറായി. ഓഗസ്റ്റ് മാസം രാജാവും സൈന്യവും സെസ്റ്റോചൊവയിലെ പരിശുദ്ധ മാതാവിന്റെ ദേവാലയം കടന്നുപോയപ്പോൾ അവർ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും മധ്യസ്ഥവും അപേക്ഷിച്ചു. യുദ്ധത്തിൽ ജയിച്ച സോബിസ്കി രാജാവ് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് സാഷ്ടാംഗം പ്രണമിച്ച്, ഞാൻ വന്നു, ഞാൻ കണ്ടു, ദൈവം കീഴടക്കിയെന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞു. വിജയശ്രീലാളിതനായ സോബിസ്കി രാജാവ് സെപ്റ്റംബർ 12-ാം തീയതി വിയന്നയിൽ പ്രവേശിച്ചു. അന്നുതന്നെ ഇന്നസെന്റ് 11-ാമൻ മാർപ്പാപ്പ ക്രിസ്ത്യാനികളെ രക്ഷിച്ച പരിശുദ്ധ മറിയത്തിന്റെ ബഹുമാനത്തിനായി ഒരു തിരുനാൾ പ്രഖ്യാപിച്ചു. 2001 അമേരിക്കയിൽ ഭീകരാക്രമണം നടത്താൻ ഒസാമ ബിൻ ലാദൻ സെപ്റ്റംബർ 11 തിരഞ്ഞെടുത്തത് ക്രൈസ്തവ സൈന്യം 1683 സെപ്റ്റംബർ 11 തുർക്കി സൈന്യത്തെ തോൽപ്പിച്ചതിന് പ്രതികാരമായിട്ടാണെന്നുള്ള പ്രചരണങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധനാമത്തിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ എല്ലാ ക്രൈസ്തവരുടെയും, പ്രത്യേകിച്ച് പീഡിത ക്രൈസ്തവരുടെയും മധ്യസ്ഥയും സംരക്ഷകയുമാണെന്ന വിശ്വാസം പ്രഘോഷിക്കപ്പെടുകയാണ്. ചർച്ച് ഡെസ്ക്, ഷക്കീന ന്യൂസ്.